അപ്പോൾ ഇത് എനിക്കുള്ള മസാല ദോശ എത്തിയിട്ടുണ്ട്. വണ്ടി ആടി വരികയല്ലേ ശരിക്കും. ചൂടുണ്ടോ വെച്ചു? ആ കാര്യം ഇതെൻ്റെ മൂക്കിൽ നിന്നൊക്കെ ശരിക്കും വിളിക്കുന്ന കാര്യം അത്രയും ചൂട്. എന്നിട്ട് സീറ്റിംഗ് ഒക്കെ ആ പോണില്ല കണ്ടോ, നല്ല അറബിക് സ്റ്റൈലാണ് കേട്ടോ. അതെ റെഡ് കളറായി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ റിയാദ് യാത്രയ്ക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴി നമ്മളൊരു ഡെസേർട്ട് ഏരിയയിൽ കൂടിയാണ് നമ്മൾ പോകുന്നത്. പോകുന്ന വഴി കാണുന്ന കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കോബാറിലാണ്. കോബാറിൽ നമ്മളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചെയ്തുകൊണ്ട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഷോപ്പിലോട്ട് പോവാം കേട്ടോ. ഞാൻ അവിടെ ചെന്നിട്ട് എന്താ കഴിക്കണേ എന്നൊക്കെ കാണിച്ചു തരാം. ഇപ്പോൾ ദേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ എത്തിയേക്കാണ്. ഫുഡ് കഴിച്ചോ? എന്ത് പാപ്പ വാങ്ങിക്കാൻ പോകണേ? ദോശ കഴിക്കാൻ പോകണ്ട, മസാല ദോശ കഴിക്കാൻ പോകണ്ട. വിച്ചു തണുത്ത വെള്ളം കണ്ടപ്പോൾ വിച്ചു ദേ വെള്ളം കുടിക്കണം പറഞ്ഞോണ്ട് നല്ല ചൂടല്ലേ. അപ്പം അവനെപ്പോഴും ഡിമാൻഡ് ചെയ്യാറ് തണുത്ത വെള്ളം എപ്പോഴും പറയാം. അപ്പോൾ ദേ എനിക്കുള്ള മസാല ദോശ എത്തിയിട്ടുണ്ട്. അവരിതേ പൂരിയാണ് കഴിക്കുന്നത്. വിച്ചുക്കുട്ടാ, വിച്ചു മസാല ദോശ വേണോ പൂരി വേണോ? ഏതാ വേണ്ടേ? ഇത് വേണോ? ഇത് വേണോ? വിച്ചുതേ നല്ല പൊരി വെയിലത്ത് നടന്നു പോവാൻ കേട്ടോ. വിച്ചു മിഠായി വാങ്ങിച്ചാ? ജീരക മിഠായി ആണല്ലോ അത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. നേരെ വണ്ടിയിലോട്ട് നടക്കാണ്. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല ചൂടാണ്. നല്ല ചൂടാണെങ്കിലും കാറ്റിന് ഒരു കുറവില്ല കേട്ടോ. നോക്കി ഞാൻ ഞാൻ നല്ല ഡ്രസ്സിലാണ് കറക്റ്റ് പറന്നു പോവാൻ ഞാൻ കറക്റ്റ്. അത്രയ്ക്ക് നല്ല കാറ്റാണ് കേട്ടോ, ഭയങ്കര കാറ്റാണ്. എന്നാൽ നല്ല ചൂടുള്ള കാറ്റ്, നല്ല ചൂടുള്ള കാറ്റ് അതെന്നാ പറയാം. ബാക്കി കാണുന്നത് ലുല്ലു ആണ് കേട്ടോ. ആ കാറിൻ്റെ അവിടെ നോക്കി, ആ കാറിൻ്റെ അവിടെ പൊടി പറക്കണതുണ്ടോ? വെയിലായതുകൊണ്ട് കറക്റ്റ് കാണാൻ പറ്റണില്ല. കാറിൻ്റെ ചുറ്റും പൊടി ഇങ്ങനെ പറക്കാം. അത്രയ്ക്ക് നല്ല ചൂടാണ്. കിച്ചു എവിടെയൊക്കെ പോണേ? ആ ഓക്കെ, നമ്മൾ റിയാദിൽ പോവാണ്. അപ്പോൾ റിയാദിൽ പോകുമ്പോഴുള്ള ഒരുപാട് കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വ്ളോഗിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ദേ നമ്മൾ പോകുന്ന നമ്മുടെ കൊച്ചു മുതലാളിയുടെ കൂടെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ കൊച്ചു മുതലാളി. പിന്നെ ഏട്ടനുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി റിയാദിലോട്ടാണ് ഇന്ന് പോകുന്നത്. ഇപ്പം നമ്മൾ കോബാറിൽ നിന്ന് തിരിച്ചിട്ടുള്ളൂ അല്ലേക്കാ? ആ ഏട്ടാ, എത്ര കിലോമീറ്റർ ഉണ്ട് റിയാദിലോട്ട്? ഏകദേശം 430. ഓ അത്രയും ദൂരം ഉണ്ട് കേട്ടോ റിയാദിലോട്ട്. ആക്ച്വലി ഇത് ഇവരെൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെയാണല്ലോ, നമ്മൾ ആദ്യമായിട്ടൊരു ചാനൽ നമ്മളിങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പം നല്ല നല്ല കാഴ്ചകൾ വരുമ്പോൾ നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നതാണ്. നമ്മളത് ഈ പമ്പിലെത്തിയൊക്കെയാണ് പെട്രോൾ അടിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് കുറേ ലോങ് ഓടേണ്ടതാണല്ലോ. അപ്പോൾ നമുക്ക് ഫുൾ ടൈം പെട്രോളൊക്കെ അടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. വിച്ചു നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? വിച്ചു ആ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ പോകണല്ലേ?
ഒട്ടകത്തിന് ഉണ്ടാവൂലേ? അത് മൊത്തത്തിലുണ്ടാവില്ലേ? അങ്ങോട്ട് ദൂരെയായിരിക്കും. റോഡ് സൈഡിലാണ് മണൽക്കാറ്റടിക്കുള്ളൂ. പക്ഷെ ഉണ്ടാവും, എല്ലാ സ്ഥലത്ത് മണൽക്കാറ്റ് ഉണ്ടാവണമെന്നില്ലല്ലോ. കാറ്റ് വലിച്ചു കൊണ്ടുവന്ന് നോക്കിക്കുവാണെന്നുണ്ടെങ്കിൽ ശരിക്കും സ്റ്റിയറിംഗ് നല്ല മണൽക്കാറ്റ്. വണ്ടി ആടിയില്ലേ ശരിക്കും. ഏട്ടാ എന്താ പറയാനുള്ളേ? ഒന്നും പറയാനില്ല. ഏട്ടന് വീഡിയോ എടുക്കണില്ല, പേടിക്കണ്ട. ഞാനും അന്നില്ല. നിങ്ങൾ കാത്തോളി. നമ്മള് എത്ര സ്പീഡിലാ ഓടിക്ക? 140. അതെ, നമ്മുടെ ചുറ്റോട് ചുറ്റും മരുഭൂമി കൂടിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക സൗണ്ട് ഉണ്ട്. കാലെടുക്കുമ്പോഴേ ആ ഒരു സ്പോട്ടി മോഡ് കിട്ടുന്നില്ല. ഞാൻ സ്പോയിലർ വെച്ചാലോ കുറേ നേരം ഇങ്ങനെ ഇരിക്കണം കേട്ടോ. നമ്മള് പാട്ട് വെച്ച് വൈബ് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ കുറേ വർത്താനൊക്കെ പറഞ്ഞ് വൈബ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ടൈം നമ്മളിപ്പോൾ സമയം 10:45 നമ്മൾ ഏകദേശം അവിടെ എത്തുമ്പോൾ എത്ര മണിയായിരുന്നു നോക്കാം. എന്നാലും കുറേ ടൈം എടുക്കും. പിച്ചുക്കുട്ടനെ ഞാൻ ഒട്ടകത്തിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒട്ടകത്തിനൊന്നും കാണാനില്ല. എന്തായാലും കുറച്ചുകൂടി കഴിയുമ്പോൾ ഒട്ടകം വരുമായിരിക്കും. ഇപ്പതേ നല്ല പൊടിക്കാറ്റും ഇഷ്ടമാതിരി ഹെവി വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഒട്ടകമുണ്ടോ? ഇപ്പൊ എന്തൊക്കെ പറഞ്ഞ ഇപ്പൊ മണല് ഒരു വൈറ്റ് യെല്ലോയിഷ് കളറാണല്ലേ? കുറച്ചും കൂടി ഇപ്പൊ നമ്മള് റിയാദ് എത്തുമ്പോഴേക്കും കളർ ഡാർക്കനായിട്ട് വന്നുകൊണ്ടിരിക്കും. ആക്ച്വലി ഞങ്ങൾ ഒരു പമ്പിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും ഒന്ന് വാഷ്റൂമിൽ പോവാം, ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്യുക, വാഷ്റൂമിൽ പോവാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്ന് ഇറങ്ങിയതാണ്. നല്ല കാറ്റുണ്ടോ? നല്ല കാറ്റ്, അതും പൊടിക്കാറ്റ്. കണ്ണ് തുറക്കാൻ പറ്റണില്ല, അതാണ് ഞാൻ വീഡിയോയിൽ ഇങ്ങനെ കാണിക്കുന്നത്. ഫോണിലൊക്കെ നിറയെ മണലാവുന്നുണ്ട്. ഭയങ്കര പൊടിക്കാറ്റാണ്, മണലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നല്ല ചൂടുണ്ട്, നല്ല ചൂടും കണ്ണ് തുറക്കാൻ പറ്റണില്ല. ഇച്ചു സൺഗ്ലാസ് വെച്ചത് നന്നായി. എൻ്റെ കണ്ണിൽ പോയി, മണ്ണ് പോയി, നല്ല ചൂടുണ്ട്. ഞാൻ ഈ വാഷ്റൂമിൻ്റെ അകത്ത് കയറിയേക്കാണ്. ഒന്ന് ഫേസൊക്കെ കഴുകുക. കണ്ണൊക്കെ റെഡ് കളറായി, മണൽ കയറിയിട്ടേ. ഫേസൊക്കെ വാഷ് ചെയ്ത് നമുക്ക് സൺസ്ക്രീമൊക്കെ ഒന്ന് റീഅപ്ലൈസ് ചെയ്യാം. ഈ വാഷ്റൂമിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ജസ്റ്റ് വാഷ്റൂമിൽ കയറി ഫേസ്
നിറയെ മണലാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ബീച്ചുകൂട്ടർ ഓടി വരണം. ഓക്കെ മൈക്കിൽ പറയും. ചൂടുണ്ടോ വെച്ചു? ആ കാറ്റോ ദൂരം ഉണ്ടാട്ടാ, കണ്ണിൽ പണ്ട് പോകും. കണ്ണിൽ വെച്ചോ. അച്ഛൻ്റെ ആണല്ലേ, മോനെ എടുക്കാൻ മറന്നുപോയി. സാധാരണ ഞാൻ ഇവിടെ വന്നിട്ട് നല്ല കാറ്റും ചൂടും എന്നാൽ പൊടിക്കാറ്റൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയി. നല്ല കാറ്റുണ്ട്. എന്താ പുള്ളി പറഞ്ഞു? പോയി. ആ അതന്നെ, കടയിൽ കയറിയിട്ട് നല്ലൊരു AC കയറി നിൽക്കുക കുറച്ച് നേരം. വെള്ളം വാങ്ങിക്കാൻ പോവാണ്. എന്തെങ്കിലും തണുത്ത വെള്ളം എന്തെങ്കിലും വാങ്ങിച്ച് കുടിക്കട്ടെ. നമ്മൾ വാങ്ങിച്ച് വെച്ചത് വണ്ടിയിലൊക്കെ ഇരുന്ന് അത് ചൂടായിട്ടുണ്ട്. തണുത്ത നല്ല വെള്ളം വല്ലതും വാങ്ങിച്ച് കുടിക്കട്ടെ കേട്ടോ. അപ്പം നമ്മളിത് കടയിലോട്ട് ഷോപ്പിലോട്ട് കയറാം. ഇത് നമ്മൾ ഷോപ്പിൽ കയറിയേക്കാണ്. ഷോപ്പിൽ കയറിയപ്പോൾ ഇതേ കുറച്ച് ആശ്വാസമുണ്ട്. കാര്യം ഇത് എൻ്റെ മൂക്കിൽ നിന്നൊക്കെ ശരിക്കും ഒലിക്കണം. കാര്യം അത്രയും ചൂട് കാറ്റും കൂടിയൊക്കെ ആയിട്ടേ ഇവിടെ കയറിയപ്പോൾ കുറച്ച് ആശ്വാസം. നമ്മൾ കുറച്ച് കഴിക്കാൻ എന്തെങ്കിലും സ്നാക്സോ വെള്ളമോ എന്തെങ്കിലും വാങ്ങിക്കട്ടോ. അപ്പോൾ അതേ നമ്മൾ ജ്യൂസൊക്കെ വാങ്ങിച്ച് വണ്ടി കയറിയിട്ടോ. അപ്പോൾ ഇച്ചിരി സമാധാനമുണ്ട്. കണ്ണ് തുറക്കാൻ പറ്റണ്ടായിരുന്നില്ല, അതുമാതിരി മണലടിച്ചുകൊണ്ടിരിക്കും. അതേ സമാധാനത്തിൽ ജ്യൂസൊക്കെ കുടിച്ച് നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരേ ഡെസ്റ്റിനേഷനിൽ എത്തുമ്പോൾ ഒരു വിവരങ്ങളായിട്ട് ഒന്നും മനസ്സിലാവില്ലാത്ത പിടിക്കാനാ. കൺസ്ട്രക്ഷൻ നടക്കുന്ന പൊടിയാണ്. അതാണ് പറഞ്ഞത് ഏറ്റവും വലിയ പ്രോജക്റ്റ് റിയാദിൽ വരുന്നത്. ഒരുപാട് ഡെവലപ്പുകൾ വരും, ഡെവലപ്മെന്റ് ആവും ഈ ഏരിയ മൊത്തം. അങ്ങനെ ഞങ്ങൾ റിയാദ് എത്തിയിരിക്കുകയാണ്. റിയാദ് ചെക്ക് പോയിന്റ് കഴിഞ്ഞ് 5 കിലോമീറ്റർ അകത്തേക്ക് ഇരിക്കുക ഞങ്ങൾ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതേ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. നമ്മൾ സ്റ്റെപ്പ് കയറി വന്നതിൻ്റെ അണപ്പാണ്ടേ കാണുന്നത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ നമ്മളിതേ ഇപ്പോൾ ഒരു ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. കണ്ടോ ഇവിടുത്തെ സീറ്റിങ്ങൊക്കെ കണ്ടോ? ആ പോണില്ല. കണ്ടോ നല്ല അറബിക് സ്റ്റൈലിലാണ് കേട്ടോ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ്. കയറി. അപ്പം അതേ നമ്മളിവിടെ ഇരുന്ന് സെറ്റായിട്ടുണ്ട്. ബിച്ചുക്കുട്ടൻ്റെ അവിടെ ഓടിയൊക്കെ നടക്കാനുള്ള ഇത്ര നേരം നമ്മൾ കാറിൽ തന്നെ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കല്ലേ. അപ്പോൾ നമുക്കിതേ ഇവിടെ ഇരുന്ന് റിലാക്സ് ആയിട്ട് ഫുഡൊക്കെ കഴിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ഒട്ടകത്തിൻ്റെ ബിരിയാണി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് പോണോക്കി എന്ത് രസമാണെന്ന് നോക്കിയതേ. നല്ല പോലെ തൊട്ട് നല്ല വലുതായിട്ട് കാണാം കേട്ടോ ഫ്ലൈറ്റ്. നമ്മൾ ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. കാര്യം എന്താ വെച്ചാൽ അവിടെ ഫുഡ് ഉണ്ടായില്ല. അവിടെ കയറി ഇരുന്ന് സെറ്റായി ഹൈഡ്രാക്ക് ഓർഡർ ചെയ്യാൻ ചെന്നപ്പോഴേക്കും അവിടെ ഫുഡ് തീർന്നു പോയി, ഫുഡില്ല. അപ്പം നമുക്ക് ഇനി വേറെ രക്ഷയില്ല, നെക്സ്റ്റ് സ്പോട്ടിലോട്ട് പോവാം. ഫുഡ് ഹണ്ടിങ് ആണ് ഇപ്പോൾ. ഇവിടെ 2 മിനിറ്റ് ഉണ്ടല്ലേ. വരാം കുഴപ്പമില്ല.
ഇവിടെയൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കാം. അതെന്തിട്ട വിച്ചുവിന്റെ കയ്യിലിരിക്കണം എന്തിട്ട വിച്ചു? അത് കുരുമുളകല്ല, ഇത് ഉപ്പ്. പിന്നെന്താ ഇതെന്താ? ഇത് എന്തോ മസാല, ജീരകത്തിന്റെ ഒക്കെ സ്മെല്ലുള്ള എന്തോ ഒരു മസാല. പിന്നെ എന്തോ സോസുകളും കാര്യങ്ങളും. നമുക്കതൊന്നും വേണ്ട.